നോൺ കോഗ്നിസബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന് താഴെ പറയുന്നതിൽ ഏതാണ് ബാധകം? ഓപ്ഷൻ സി, മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കുകയോ വാറണ്ടില്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. നോൺ കോഗ്നിസബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന് താഴെ പറയുന്നതിൽ ഏതാണ് ബാധകം? മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കുകയോ വാറണ്ടില്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. ഈ നോൺ കോഗ്നിസബിൾ ആയ കുറ്റകൃത്യം എന്ന് വെച്ചാൽ ഗുരുതരം അല്ലാത്ത കുറ്റകൃത്യമാണ്. അതായത് അത്ര വലിയ കാര്യമായിട്ടുള്ള കുറ്റമൊന്നും അല്ല. അതാണ് ഈ നോൺ കോഗ്നിസബിൾ ആയിട്ടുള്ള കുറ്റകൃത്യം. എക്സാമ്പിൾ, ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടല്ലോ, അത് നോൺ കോഗ്നിസബിൾ ആയിട്ടുള്ള കുറ്റകൃത്യമാണ്. അത് അത്ര വലിയ ഗുരുതരമായ ഒരു പ്രശ്നമൊന്നുമല്ല. ഓക്കെ, ഇനി കോഗ്നിസബിൾ ആയിട്ടുള്ള കുറ്റകൃത്യം എന്ന് വെച്ചാൽ അത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. കോഗ്നിസബിൾ ആയിട്ടുള്ള കുറ്റകൃത്യം അതൊരു വലിയ കുറ്റകൃത്യം, അതായത് ഗുരുതരമായ ഗൗരവമുള്ള കുറ്റകൃത്യമാണ് കോഗ്നിസബിൾ. അതിന് എക്സാമ്പിളാണ് കൊലപാതകം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് എന്താണ് നോൺ കോഗ്നിസബിൾ, കോഗ്നിസബിൾ എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. കോഗ്നിസബിൾ എന്ന് വെച്ചാൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ. എക്സാമ്പിൾ കൊലപാതകം, അതൊക്കെ ഒരു വലിയ ഗുരുതരമായ ഗൗരവമുള്ള കുറ്റകൃത്യമാണല്ലോ. നോൺ കോഗ്നിസബിൾ ആയിട്ടുള്ള കുറ്റകൃത്യം എന്ന് വെച്ചാൽ അത്ര ഗൗരവമല്ലാത്തത്, അതായത് ചെറിയ ചെറിയ വഴക്കുകളൊക്കെ അതിന് ഉദാഹരണമാണ്. ഓക്കെ, 1973 ക്രിമിനൽ നടപടിക്രമം സെക്ഷൻ 164 പ്രകാരം ഒരു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താവുന്നത് എപ്പോൾ? ഓപ്ഷൻ ബി, അന്വേഷണത്തിനിടയിലോ അതിനുശേഷമോ, എന്നാൽ ഇൻക്വയറിയോ വിചാരണയോ ആരംഭിക്കുന്നതിന് മുമ്പ്. 1973 ക്രിമിനൽ നടപടിക്രമം സെക്ഷൻ 164 പ്രകാരം ഒരു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താവുന്നത് എപ്പോൾ? അന്വേഷണത്തിനിടയിലോ അതിനുശേഷമോ, എന്നാൽ ഇൻക്വയറിയോ വിചാരണയോ ആരംഭിക്കുന്നതിന് മുമ്പ്. അടുത്ത ചോദ്യത്തിൽ 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായവ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി 1 and 3 ശരി, 2 തെറ്റ്. അപ്പോൾ ഇവിടെ 1, 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അത് വായിക്കാം. ശരിയായ പ്രസ്താവനകൾ: FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന ഒരു സാഹചര്യം അല്ല. FIR ഫയൽ ചെയ്യാനുള്ള അസാധാരണമായ കാലതാമസം FIRൽ തിരുത്തലുകൾ വരുത്തുവാൻ മതിയായ സമയം ലഭിച്ചുവെന്ന് സംശയിക്കുന്നതിനുള്ള നിയമപരമായ അടിസ്ഥാനം നൽകുന്ന ഒരു സാഹചര്യമാണ്. ശരിയായ പ്രസ്താവനകൾ മേൽപ്പറഞ്ഞ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ 1, 3. അതായത് FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന ഒരു സാഹചര്യം അല്ല. FIR ഫയൽ ചെയ്യാനുള്ള അസാധാരണമായ കാലതാമസം FIRൽ തിരുത്തലുകൾ വരുത്തുവാൻ മതിയായ സമയം ലഭിച്ചുവെന്ന് സംശയിക്കുന്നതിനുള്ള നിയമപരമായ അടിസ്ഥാനം നൽകുന്ന ഒരു സാഹചര്യമാണ്. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 27 പ്രയോഗത്തിന് താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് അത്യന്താപേക്ഷിതം? ഓപ്ഷൻ ഡി 1 and 4. വിവരം നൽകുന്ന വ്യക്തി പോലീസ് കസ്റ്റഡിയിലായിരിക്കണം. വിവരം നൽകിയ വ്യക്തിയുടെ മേൽ ഏതെങ്കിലും കുറ്റം ചുമത്തിയിരിക്കണം. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 27 പ്രയോഗത്തിന് താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് അത്യന്താപേക്ഷിതം? വിവരം നൽകുന്ന വ്യക്തി പോലീസ് കസ്റ്റഡിയിലായിരിക്കണം. വിവരം നൽകിയ വ്യക്തിയുടെ മേൽ ഏതെങ്കിലും കുറ്റം ചുമത്തിയിരിക്കണം. കോടതി വ്യവഹാരങ്ങളിൽ വിദഗ്ധ സാക്ഷ്യം സ്വീകരിക്കുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ ബി, സാങ്കേതിക കാര്യങ്ങളിൽ പക്ഷപാതരഹിതവും വൈദഗ്ധ്യവുമുള്ള അഭിപ്രായങ്ങൾ ജഡ്ജിക്ക് നൽകുന്നതിന്. കോടതി വ്യവഹാരങ്ങളിൽ വിദഗ്ധ സാക്ഷ്യം സ്വീകരിക്കുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? സാങ്കേതിക കാര്യങ്ങളിൽ പക്ഷപാതരഹിതവും വൈദഗ്ധ്യവുമുള്ള അഭിപ്രായങ്ങൾ ജഡ്ജിക്ക് നൽകുന്നതിന്. കേരള പോലീസ് ആക്ട് സെക്ഷൻ 29 പ്രതിപാദിക്കുന്ന വിഷയം ഏത്? ഓപ്ഷൻ സി, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം.
2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 29 പ്രതിപാദിക്കുന്ന വിഷയം ഏതാണ്? പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. താഴെ പറയുന്നതിൽ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങളുടെ അവകാശങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ബി, പൊതുജനങ്ങളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകുക. താഴെ പറയുന്നതിൽ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങളുടെ അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? പൊതുജനങ്ങളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകുക. 2011 കേരള പോലീസ് ആക്ടിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ള വിഭാഗം ഏത്? ഓപ്ഷൻ സി, അഴിമതി, സാൻമാർഗിക അധപതനം, പെരുമാറ്റ ദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്തവരെ. 2011 കേരള പോലീസ് ആക്ടിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ള വിഭാഗം ഏതാണ്? അഴിമതി, സാൻമാർഗിക അധപതനം, പെരുമാറ്റ ദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്തവരെ. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നത്? ഓപ്ഷൻ എ, സെക്ഷൻ 31A. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നത്? സെക്ഷൻ 31A. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും ഓപ്ഷൻ സി, കോഗ്നിസബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും കോഗ്നിസബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ, പിഴയോടുകൂടി 5 വർഷം വരെ തടവ്. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത്? പിഴയോടുകൂടി 5 വർഷം വരെ തടവ്. 2012 ലൈംഗിക അതിക്രമണങ്ങളിൽ നിന്നും കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഗൗരവതരമായ ലൈംഗിക ആക്രമണം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി, 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമം. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഗൗരവതരമായ ലൈംഗിക ആക്രമണം അല്ലാത്തതേത്? 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമം. 2000 വിവരസാങ്കേതിക നിയമം പ്രകാരം ഡേറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നവരിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? ഓപ്ഷൻ സി, സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡേറ്റയോ വിവരങ്ങളോ കൈവശം വയ്ക്കുന്നതിനോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനി. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഡേറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നവരിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡേറ്റയോ വിവരങ്ങളോ കൈവശം വയ്ക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനി. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ ബി, വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായ താല്പര്യത്തെ ഉണർത്തുന്ന വിഷയം. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നവയിൽ ഏത്? വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായ താല്പര്യത്തെ ഉണർത്തുന്ന വിഷയം.
2005 വിവര അവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തത്? ഓപ്ഷൻ എ, ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ. 2005 വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തത്? അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം അനുസരിച്ച് മൂന്നാം കക്ഷിയാൽ നൽകപ്പെട്ടിട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായി ബന്ധപ്പെട്ട് വിഷയത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ ഡാഷ് ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ്. ഓപ്ഷൻ ഡി 5. വിവരാവകാശ നിയമം അനുസരിച്ച് മൂന്നാം കക്ഷിയാൽ നൽകപ്പെട്ടിട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായി ബന്ധപ്പെട്ട് വിഷയത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ ഡാഷ് ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ്. 5. ഓക്കെ, അപ്പോൾ നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ പ്രധാനപ്പെട്ട നോട്ട്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ റീസെൻ്റായിട്ട് നടക്കുന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് മാർക്ക് ചെയ്ത PDF ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ഇപ്പം ഇന്ത്യയിൽ മുഴുവൻ കുറച്ച് ദിവസങ്ങളായിട്ട് ടെലഗ്രാം ഒന്ന് ബാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉടനെ തന്നെ മാറും. ജൂൺ 22-ാം തീയതി അത് മാറുമെന്നാണ് TV-യിലൂടെയൊക്കെ ന്യൂസിലൂടെയൊക്കെ അറിയാൻ പറ്റിയത്. അപ്പോൾ അത് മാറിക്കഴിയും. ഇപ്പോൾ ആർക്കും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ജൂൺ 22 കഴിയുമ്പോൾ അത് മാറും. ബാൻ മാറ്റുമെന്നാണ്, ഇന്ത്യയിൽ ബാൻ ചെയ്ത് വെച്ചിരിക്കുക ഇന്ത്യ ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ അത് ബാനൊക്കെ മാറിക്കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ടെലഗ്രാം ചാനലും കൂടി ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന CPO അഥവാ പോലീസ് കോൺസ്റ്റബിൾ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇത് 2024 നടന്ന പരീക്ഷയിലെ ചോദ്യങ്ങളാണ്. ഈ എക്സാമിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ എക്സാം ഇങ്ങനെയാണ്, അതായത് 50 ചോദ്യങ്ങൾ ജനറൽ നോളജ് കറണ്ട് അഫെയർസ് സെക്ഷനിൽ നിന്നായിരിക്കും, 20 ക്വസ്റ്റ്യൻസ് സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്ന്, പിന്നെ 10 മലയാളം, 10 ഇംഗ്ലീഷ്, 10 മാത്സ്. ഇങ്ങനെയാണ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് സാഹചര്യത്തിലാണ് നിർദ്ദിഷ്ട പ്രായത്തിന് താഴെയുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രവൃത്തികൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്തം ഇല്ലാത്തത്? ഓപ്ഷൻ ബി ശൈശവം. ഏത് സാഹചര്യത്തിലാണ് നിർദ്ദിഷ്ട പ്രായത്തിന് താഴെയുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രവൃത്തികൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്തം ഇല്ലാത്തത്? ശൈശവം. താഴെ പറയുന്നവയിൽ മാരകമായ മുറിവിൻ്റെ ഉദാഹരണം അല്ലാത്തതേത്? ഓപ്ഷൻ ഡി 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ്. മാരകമായ മുറിവിൻ്റെ ഉദാഹരണമല്ലാത്തത് 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ്. താഴെ പറയുന്ന വകുപ്പുകളിൽ 2013 ക്രിമിനൽ ഭേദഗതി നിയമപ്രകാരം പുതുതായി കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ ഏത്? ഓപ്ഷൻ എ 1 and 2, IPC സെക്ഷൻ 370A, IPC സെക്ഷൻ 376D. താഴെ പറയുന്ന വകുപ്പുകളിൽ 2013 ക്രിമിനൽ ഭേദഗതി നിയമപ്രകാരം പുതുതായി കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ ഏത്? IPC സെക്ഷൻ 370A, IPC സെക്ഷൻ 376D. ഇസഡ് പണമുള്ള തൻ്റെ പേഴ്സ് താഴെ ഇടുന്നത് എ കാണുന്നു. എ പേഴ്സ് എടുക്കുന്നത് ഇസഡിന് പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്, എന്നാൽ പിന്നീട് അത് സ്വന്തം ഉപയോഗത്തിന് വിനിയോഗിക്കുന്നു. താഴെ പറയുന്ന എന്ത് കുറ്റകൃത്യമാണ് എ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ ബി സ്വത്തിൻ്റെ സത്യസന്ധമല്ലാത്ത ദുരുപയോഗം.
ഇസഡ് പണമുള്ള തൻ്റെ പേഴ്സ് താഴെ ഇടുന്നത് എ കാണുന്നു. എ പേഴ്സ് എടുക്കുന്നത് ഇസഡിനെ പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. എന്നാൽ പിന്നീട് അത് സ്വന്തം ഉപയോഗത്തിന് വിനിയോഗിക്കുന്നു. താഴെ പറയുന്ന എന്ത് കുറ്റകൃത്യമാണ് എ ചെയ്തിട്ടുള്ളത്? സ്വത്തിൻ്റെ സത്യസന്ധമല്ലാത്ത ദുരുപയോഗം.